പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും സമയം ഓർപ്പിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു വചനചിന്തയിലേക്ക് വേഗത്തിൽ കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ച മെസ്സേജുകൾ ഒരുപാട് പേർക്ക് അത് ആശ്വാസമായും ബലമായും തീരുവാനും ഇടയായി തീർന്നു. ചില തീരുമാനങ്ങൾക്കകത്തേക്ക് ദൈവം അവരെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നും ദൈവം തന്ന ഒരു ദൈവിക ആലോചനകൾ ദൈവമക്കളുമായി ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വചനം ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്. ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന് പർവ്വതമായ ഹോറേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്നു പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ യോഗത്തിനകത്തേക്ക് ഒരു ഭക്തനെ ശക്തമായ നിലകളിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തതയോടെ നാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ ദൂതനാണ് ഒരു ദൈവ ഭക്തനോടുള്ള ബന്ധത്തിൽ സ്വർഗീയമായ ഇടപെടലുകളെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി വരുന്നത് എപ്പോഴും ഒരു ദൈവിക ദൂതനായിരിക്കും. ഒരുപക്ഷെ മനുഷ്യകമായ നിലകളിൽ പ്രവചന ശബ്ദത്തിലൂടെ മനുഷ്യനായിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ദൈവികമായി ഡയറക്റ്റ് ആയിട്ടുള്ള ദൈവിക നിയോഗങ്ങളുടെ ഇടപെടലുകൾ മിക്കവാറും ദൂതൻ മുഖേനയും ദൈവാത്മാവ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മമണ്ഡലത്തെ മാറണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2-ാം പ്രാവശ്യം ദൂതൻ വന്ന് ഈ ദൈവ മനുഷ്യനെ തട്ടി ഉണർത്തുകയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക. അവനെ തട്ടുവാനായിട്ട് ഇടയായത് ഒരു മനുഷ്യൻ വന്ന് കോളത്ത് തട്ടി നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ തന്നെ ദൂതൻ, ദൈവിക നിയോഗങ്ങളുമായി വരുന്ന ദൂതൻ, ദൈവത്തിന്റെ മെസ്സേജുമായി കടന്നു വരുന്ന ദൂതൻ നമ്മെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ചിന്തയുണ്ടാകാം, അങ്ങനെയൊക്കെ വരുമോ, അങ്ങനെയൊക്കെ ദൂതന്റെ ഇടപെടലുകൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ദൂതന്റെ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആ നിലകളിലേക്ക് നമ്മുടെ ആത്മമണ്ഡലത്തെ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അങ്ങനെയുള്ള ശക്തമായ ദൈവിക നിയോഗങ്ങളുടെ വാഗ്ദാക്കളായി ഞാൻ നിങ്ങൾ തുടരണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. ശക്തമായ ദൈവിക ദൂതുകളുടെ വാഗ്ദാക്കളായി മാറണമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മെ ഏൽപ്പിച്ചത്. പലപ്പോഴും നമുക്കത് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് കയറാറില്ല എന്നുള്ളൊരു വളരെ പരമാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ശക്തമായ ദൈവിക നിയോഗങ്ങൾ തന്നെയാണ്. എക്കാലത്തും ആ ദൈവിക നിയോഗങ്ങൾക്ക് വളരെ പ്രാധാന്യതയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. 2-ാമത്തെ പ്രാവശ്യം ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനെ തട്ടുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നു, തിന്ന് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ, നീ എഴുന്നേൽക്കണം, നീ കഴിക്കണം. നിനക്കൊരു യാത്രയ്ക്ക് വേണ്ടുന്ന എനർജി നിന്റെ ശരീരത്തിന് ആവശ്യമാണ്, നിന്റെ ആത്മമണ്ഡലത്തിനകത്തൊരു എനർജി ആവശ്യമാണ്, നീ എഴുന്നേൽക്കണം. ഇവിടെ കിടന്നാൽ പോരാ. ദൈവിക നിയോഗത്തിനകത്ത് ഒരിക്കലും നിനക്ക് കിടന്ന് വിശ്രമിക്കാൻ ുള്ളതല്ല, ഭയപ്പെട്ട് ഒതുങ്ങി മാറിയിരിക്കാനുള്ളതല്ല. ദൈവിക നിയോഗങ്ങൾ എപ്പോഴും നമ്മളെ ശക്തരാക്കുന്നതാണ്. ദൈവത്തിന്റെ നിയോഗങ്ങൾ ശക്തിയുള്ളതായതുകൊണ്ട് നാം ജഡത്തിലും ക്ഷീണിക്കാൻ പാടില്ല, ശരീരത്തിൽ ക്ഷീണിക്കാൻ പാടില്ല, ആത്മമണ്ഡലത്തിൽ ഞാനും നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തതയോടെ ദൈവത്തിന് വലിയ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദൂതനെ വിട്ടിട്ട് പറയുന്നു, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ, നിനക്കൊരു യാത്രയുണ്ട്. അതിനുവേണ്ടി നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. മാത്രമല്ല, നിന്റെ ശാരീരിക ക്ഷീണം മാറ്റി ഒന്നുകൂടി നീ ഒന്ന് എഴുന്നേറ്റ് എന്റെ നിയോഗത്തിനകത്തേക്ക് നീ ചലിക്കണം. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിയോഗങ്ങളെല്ലാം മറന്ന് ഈ പ്രസന്റിലുള്ള നമ്മുടെ ഈ സിറ്റുവേഷന്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ദൈവം അവരോട് പറയുക, ഒതുങ്ങിക്കൂടാൻ നമുക്ക് ഒരിടത്തും ദൈവ വ്യവസ്ഥ വന്നിട്ടില്ല. കാരണം ദൈവത്തിന്റെ ദൂത് ശക്തമാണ്,
ദൈവത്തിന്റെ നിയോഗങ്ങൾ ശക്തമാണ്. ദൈവം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. അതുകൊണ്ട് ആർക്കും ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ ദൂതിലൂടെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവനെ ബലപ്പെടുത്താൻ അവിടെ എത്തത്തില്ല, ഒരു മനുഷ്യൻ അവനെ ബലപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. ഒരുപക്ഷെ മാനുഷികമായ ബലമോ മാനുഷികമായ സപ്പോർട്ടോ നമുക്ക് ലഭിക്കാത്ത മേഖലകൾക്കകത്ത് ഞാൻ ഉറപ്പ് പറയാം, ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഒരു മനുഷ്യൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ല, നിനക്ക് ശക്തി തരാൻ കഴിയത്തില്ല, അവർക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ നിനക്ക് ശക്തി തരുന്നത് ദൈവമാണ്. ശക്തി തരുന്നത് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ദൈവമാണ്. ഇന്ന് പകലൊരു ശക്തിയില്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങി കിടക്കുന്നെങ്കിൽ, നിയോഗത്തെ മറന്ന് എവിടെയെങ്കിലും പരാതിക്കാരനായി മാത്രം നിൽക്കുന്നെങ്കിൽ, ദൈവം പറയുക നീ അവിടെ നിന്ന് ശക്തമായി എഴുന്നേൽക്കണം. അവനൊരു പുറപ്പാട് നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ പറയുന്നു, നീ എഴുന്നേറ്റ് നിന്നുക, നിനക്ക് ദൂരെ യാത്രയുണ്ട്, ഞാൻ നിന്നെ കുറിച്ച് ഒരു പദ്ധതി ചെയ്തിട്ടുണ്ട്. നീ പോകുന്ന ഇടം എനിക്ക് നന്നായി അറിയാം, നിനക്കൊരു യാത്രയുണ്ട്, അതിനുവേണ്ടി നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അപ്പം ഈ ഇത് തിന്ന് കുടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ആരോഗ്യം ആ ദൈവഭക്തന്റെ മേൽ കടന്നു വരികയാണ്. 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടുന്ന ദൈവകൃപ ഈ ദിവസങ്ങളിൽ പ്രാപിച്ച ദൈവജനം എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം ക്ഷീണിച്ചിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരും, ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. കാരണം ദൈവിക നിയോഗത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ടത് ആവശ്യമാണ്. അത് ദൈവിക പദ്ധതിയാണ്, അത് ദൈവിക ഉദ്ദേശമാണ്. ഇന്നിന്റെ പകല് ദൈവിക ഉദ്ദേശത്തിനകത്തേക്ക് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു കയറാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ മടുപ്പുകളെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മടുപ്പുകൾ മാറും, പരാതികൾ മാറും, നിങ്ങൾ അസാധാരണ ഗൗരവകരായി മാറുകയാണ്. വേഗത്തിൽ ഒരു യാത്ര, വേഗത്തിൽ ഒരു തിരിവ്, വേഗത്തിൽ ഒരു ദൈവിക നിയോഗങ്ങൾക്കകത്തേക്ക് ഒരു പ്രയാണം സ്വർഗം നമ്മുടെ മേൽ കൈമാറുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാകുന്നവരുടെ മേൽ കർത്താവ് ശക്തമായ നിയോഗങ്ങൾ ഇനിയും വെളിപ്പെടുത്തും. ക്ഷീണിച്ചു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കാത്ത നിലകളിൽ ഭയങ്കര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കർത്താവ് ഇട്ടുതരികയാണ്. ഇവിടെ പറയുന്നു 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഇവിടെ ഹോരേബോളം ദൈവഭക്തൻ നടക്കുകയാണ്. മാത്രമല്ല അവിടെ ചെന്ന് വീണ്ടും ഗുഹയ്ക്കകത്ത് കടന്നു രാപാർത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ അവനൊരു ഗുഹയിലും കടന്ന് രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവനോട് ഏരിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? അതെ, ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. നാം ക്ഷീണിച്ചു കിടക്കുന്ന ഇടത്ത് നിന്ന് ദൈവത്തിന്റെ ചോദ്യം ഇതാണ്. ചിലയിടത്ത് ദൈവം നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കും, ചിലയിടത്ത് ദൂത് നമുക്ക് കൈമാറും, ചിലയിടങ്ങളിൽ ശക്തമായ ആലോചനകൾ കൈമാറി നമ്മളെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടും. എന്നാൽ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് പറയുന്നു, നിനക്ക് ഇവിടെ എന്താ കാര്യം? ഇവിടെ നിനക്ക് ഒതുങ്ങിയിരിക്കാൻ വ്യവസ്ഥയില്ല. ദൈവത്തിന്റെ പർവ്വതത്തിനകത്ത് ദൈവിക നിയോഗങ്ങളെ അനുസരിക്കാൻ മാത്രമേ യോഗമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ ഈ സിറ്റുവേഷന്റെ അകത്ത് ദൈവിക സാന്നിധ്യത്തിനകത്തേക്ക് നിനക്കൊന്ന് കടക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയും, നിന്റെ നിയോഗങ്ങൾക്കകത്ത് അടുത്ത ഒരു റേഞ്ചിലേക്ക് ദൈവം നിന്നെ നടത്താൻ വേണ്ടി പോകുന്നു, അടുത്തൊരു തലത്തിലേക്ക് ദൈവം നിന്നെ മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നിരാശയ്ക്കകത്ത് നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ ഇന്ന് പകല് ശ്രദ്ധിക്കാൻ കഴിയട്ടെ. വേദനകൾക്കകത്ത് പ്രയാസത്തിനകത്ത് സമ്മർദ്ദത്തിനകത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇതിനകത്ത് ഒതുങ്ങിയിരിക്കാം നിനക്ക് കാര്യമൊന്നുമില്ല, ഈ പ്രയാസത്തിനകത്ത് മാറിയിരിക്കാം നിനക്ക് ഒരു കാര്യവുമില്ല എന്നാണ് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞുണർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ പകലിൽ ഒന്നുകൂടി ഒന്ന് എഴുന്നേൽക്കാൻ, ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് ചലിക്കാൻ, ആത്മമണ്ഡലത്തെ ശക്തിയോടൊന്ന് പുറപ്പെടാൻ ഒന്ന് തയ്യാറായാൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ, ശക്തമേറിയ ദൈവിക ശബ്ദം നമ്മുടെ പിന്നിൽ ഉണ്ടാകും. തീർച്ചയാണ് അതിനുവേണ്ടി ഒരുങ്ങുക. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.